നമ്മളൊരു വലിയൊരു സക്സസ്സിലേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പം നമ്മൾ ചെയ്യേണ്ട കുറേ കറക്ഷൻസ് ഉണ്ട്. വളരെ അത്യാവശ്യമായിട്ട് കറക്റ്റ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു ആവറേജ് മനുഷ്യൻ ഒരു ദിവസം നമ്മുടെ സ്ക്രീൻ ടൈം മൊബൈലിൽ നോക്കി കളയുന്ന ടൈം 2 to 3 hours ആണ്. 2 മുതൽ 3 മണിക്കൂറൊക്കെയാണ് അൺവാണ്ടഡ് കാര്യത്തിന് വേണ്ടി മൊബൈലിൽ സ്പെൻഡ് ചെയ്ത് കളയാറുണ്ട്. ഏത് രാഷ്ട്രീയം ചർച്ച ചെയ്ത് മതവും ജാതി അൺവാണ്ടഡ് കുറേ നെഗറ്റീവ് സാധനങ്ങളും ചർച്ച ചെയ്യാനും ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യാനും അത് കേൾക്കാനായിട്ട് 2-3 hours. ഒരു ദിവസം 1 മണിക്കൂർ നമ്മൾ ഉറക്കം സേവ്. ഈ രാവിലെ സമയത്ത് 1 മണിക്കൂർ നമുക്ക് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം എന്തുമാത്രം ഔട്ട്പുട്ട് കൂടുമെന്നറിയോ? 1 hour ടൈം നമുക്ക് കൂടുതൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമ്മുടെ മൈൻഡും കുറേ നന്നായിട്ട് ബെറ്ററായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ 1 മണിക്കൂർ, അതായത് എപ്പം പറയും കട്ടിങ് എക്സ്പെൻസ് ഈസ് ഓൾസോ പ്രോഫിറ്റ് എന്ന് പറയും. നമ്മൾ പലപ്പോഴും പഠിച്ചിരിക്കുന്ന പ്രോഫിറ്റ് കൂട്ടാൻ മാത്രമാണ്. ബിസിനസ്സിലൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്രായത്തിൽ ചെയ്ത പല ബിസിനസ്സിലുണ്ടാക്കിയ മിസ്റ്റേക്കുകളാണ്. അതായത് എക്സ്പെൻസ് കട്ട് ചെയ്യുന്നതിനേക്കാളും പ്രോഫിറ്റ് കൂട്ടുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് കട്ട് ചെയ്യാനായിട്ടൂടെ അതിൻ്റെ കൂടെ മാസമായാലും വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കട്ടിങ് എക്സ്പെൻസ് ഈസ് ഓൾസോ പ്രോഫിറ്റ്, കട്ടിങ് എക്സ്പെൻഡിച്ചർ ഈസ് ഓൾസോ പ്രോഫിറ്റ്. ടൈം ആണെങ്കിലും പൈസ ആണെങ്കിലും നമ്മൾ ഈ അൺവാണ്ടഡ് കാര്യങ്ങൾ കണ്ട് നമ്മൾ മൊബൈൽ നോക്കിയിരിക്കുന്ന എക്സ്പെൻസാണ്. ആവശ്യത്തിൽ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുന്ന എക്സ്പെൻസാണ്. അത് കട്ട് ചെയ്യണം. കട്ടിങ് എക്സ്പെൻസ് ഈസ് ഓൾസോ പ്രോഫിറ്റ്. ടൈം ആണെങ്കിലും പൈസ ആണെങ്കിലും നമുക്ക് 1000 രൂപ കട്ട് ചെയ്യാൻ, അനാവശ്യമായിട്ട് ചിലവാക്കുന്ന 1000 രൂപ കട്ട് ചെയ്യാൻ പറ്റിയ പ്രോഫിറ്റിലേക്ക് ആഡായി കഴിഞ്ഞു. എനിക്ക് ഒട്ടും ഇല്ലായിരുന്നൊരു ഫോക്കസാണ് അത്. ഞാൻ വളരെ നന്നായിട്ട് വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊരു ഫയറിനുള്ള എക്സ്റ്റിങ്ക്വിഷർ വാങ്ങി വെക്കാൻ സമയത്ത് പോലും പുള്ളി കൊട്ടേഷൻ എടുക്കുക. ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ബ്രാൻഡാണ്. എങ്കിലും കൊട്ടേഷൻ എടുത്തിട്ട് എവിടെയെങ്കിലും 1 രൂപയെങ്കിൽ 1 രൂപ കുറഞ്ഞത് കിട്ടുമെന്ന് അത് നോക്കും. ക്വാളിറ്റി നോക്കും, പക്ഷേ 1 രൂപയെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അത് ഹാബിറ്റായി മാറി. അങ്ങനെ കുറച്ച് കാലം ഏതും ഹാബിറ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാബിറ്റാവും. നമ്മൾ പല സാധനങ്ങളും നമ്മളിൽ ആവശ്യത്തിൽ പൈസ ഉള്ളപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കട കാണുന്നു, അന്നേരം വാങ്ങുന്നു. നമ്മൾ കമ്പയർ ചെയ്യാറില്ല, ബാർഗെയിൻ ചെയ്യാറില്ല. നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഒരു കാറ് വാങ്ങാൻ പോയാൽ ബാർഗെയിൻ ചെയ്യത്തില്ല, ഫ്രിഡ്ജ് വാങ്ങാൻ പോയാൽ ബാർഗെയിൻ ചെയ്യത്തില്ല. നമ്മൾ ബാർഗെയിൻ ചെയ്യുന്ന എവിടെയാണ്? ഈ പാവർ റോഡ് സൈഡിൽ ഇരുന്ന് പച്ചക്കറി വിൽക്കുന്നവരുടെ അടുത്തും കടൽ വിൽക്കുന്നവരുടെ 10 രൂപയ്ക്ക് ഓട്ടോക്കാരൻ്റെ അടുത്ത്, നമ്മുടെ വീടിനടുത്തുള്ള ജംഗ്ഷൻ ഓട്ടോ വിളിച്ചുകൊണ്ട് വരും. അയാളുടെ അടുത്ത് നിന്ന് അയാൾ 30 രൂപ മേടിച്ചതിൻ്റെ സ്ഥാനത്ത് അയാൾ 35 ചോദിച്ചെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് തല്ലും മഴക്കുണ്ടാക്കി 5 രൂപയ്ക്ക് വേണ്ടി അയാളുടെ ഇന്ന പ്രാക്ക് മുഴുവൻ. പാവങ്ങൾ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യുകയും ഈ ലക്ഷക്കണക്കിന് രൂപ ഡീൽ ചെയ്യുന്നിടത്ത് ഒരിക്കലും ബാർഗെയിൻ ചെയ്യുന്നു. ഞാൻ നേരെ തിരിച്ചാണ്. കാർ വാങ്ങാൻ പോകുന്ന സ്ഥലത്ത് ബാർഗെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്ത് റേറ്റ് കുറച്ച് മേടിച്ചിട്ടുണ്ട്. വില കൂടിയ സാധനങ്ങളെല്ലാം വാങ്ങും. കാരണം അതിനകത്ത് ബാർഗെയിൻ ചെയ്യുന്നതിനകത്തൊരു മീനിങ് ഉണ്ട്. അവിടെ ആരും ബാർഗെയിൻ ചെയ്യാറുമില്ല. അതാണ് വേറൊരു കാര്യം. അവിടെ ആരും ബാർഗെയിൻ ചെയ്ത് പറയുന്ന വില എത്രയോ വില ആ സ്റ്റിക്കർ എഴുതിയിട്ടുണ്ട്, സാർ അത് നോക്കാൻ പറയും. ഒരു കുഴപ്പമില്ല. നമ്മൾ 1 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയുടെ 5 ലക്ഷം രൂപയുടെ 10 ലക്ഷം രൂപയുടെ സാധനം മേടിക്കുന്ന സമയത്ത് ബാർഗെയിൻ ചെയ്യത്തില്ല. ആ സ്ഥാനത്ത് കടല കച്ചവടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പാവങ്ങൾ ജീവിക്കാൻ, അതായത് അവർ വീക്കായിട്ടുള്ളവരുടെ അടുത്ത് നമ്മുടെ മസിൽ പവർ കാണിക്കുക എന്നാണ് അതിൻ്റെ ചുരുക്കം പറഞ്ഞത്. നമ്മൾ വീക്കായിട്ടുള്ള ജീവിക്കാൻ വേണ്ടി ഉള്ളവരുടെ അടുത്താണ് നമ്മുടെ അഭ്യാസവും നമ്മുടെ മസിൽ പവർ മുഴുവൻ കാണിക്കുന്നത്. അല്ലാത്തവരുടെ അടുത്ത് നമുക്കൊരു കുഴപ്പമില്ല. അവരെല്ലാം നമ്മൾ സാർന്ന് വിളിക്കും. ബാക്കി പാവങ്ങൾ ജീവിക്കാൻ വേണ്ടി ഉള്ളവരുടെ അടുത്താണ് മസിൽ. അവിടെ അത്രയല്ലേ ഉള്ളൂ, ഇവിടെ ഇത്രയേ ഉള്ളൂ, അവനോട് വഴക്ക് പിടിക്കുക, നിങ്ങളൊക്കെ തട്ടിപ്പാണ്, അവർ ചെയ്യുന്ന എല്ലാം തട്ടിപ്പാണ്. ഇതേ സാധനം ബ്രാൻഡഡ് ഷോറൂമിൽ വെച്ചിരിക്കുന്ന സാധനം ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. സ്റ്റിക്കർ പ്രൈസ് ഒരു പ്രശ്നമില്ല, നല്ല ഹാപ്പി ആയിട്ട് പോകും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ നമ്മൾ മാറ്റണം. നമ്മൾ വീക്കായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് കെയർ ചെയ്യാൻ ശ്രമിക്കണം. സ്ട്രോങ് ആയിട്ടുള്ളവരുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാൻ ശ്രമിക്കണം.